ഏർപ്പാട് തെറ്റിയ പ്രകരമാണ്. പൊതുവഴി നടന്നുകൂടാ. എന്തൊരു ദുരിതമാണിത്. മേൽജാതിക്കാരെ ബഹുമാനിക്കാൻ സ്ത്രീകൾ മാറിൽ നിന്ന് തുണി മാറ്റണം. ഇത് കാണാൻ ഒരു ദൈവവുമില്ലേ? ജാതിയുടെ അടിസ്ഥാനത്തിലല്ലേ ഇവിടെ ശിക്ഷ? കൊലക്കുറ്റം ചെയ്ത ബ്രാഹ്മണന് തടവും പിഴയും ഭ്രഷ്ടും മാത്രം. ശൂദ്രനെയും അഹിന്ദുവിനെയും തലവെട്ടിക്കൊല്ലും. ഇതെന്ത് നീതി? അടിയങ്ങൾക്ക് തൊഴാൻ പോലും നല്ലൊരു ദൈവം ഇല്ല. മാടൻ, ആനമർദ്ദ, ഒറ്റമൂലച്ചി, ഇശക്കി എന്നീ ദുർദേവതകളെ ഉള്ളൂ. നമ്പൂരി വരണം എന്നുള്ള തീണ്ടാട്ടം കേട്ടാ കാണാമറയത്ത് ഓടി ഒളിക്കണം. അടിയങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ വിളക്ക് വയ്ക്കാൻ എണ്ണ കൊടുക്കണമെങ്കിൽ അത് ക്രിസ്ത്യാനി വഴി കൊടുക്കണം. മതം മാറിയ ഐത്തവും തീണ്ടാട്ടവുമില്ല. പൊതുവഴിയെ നടക്കാം. മതം മാറിയാ മതി. അതാ ഇപ്പൊ രക്ഷ. കര ഒടുക്കാൻ ചെന്ന താണജാതിക്കാര് ദൂരെ കൊണ്ടു ചെന്ന് പണം കൊടുക്കണം. താണജാതിക്കാർക്ക് അറിവും അക്ഷരവും പാടില്ല. കാട്ടുപുല്ലിന്റെ വില പോലും ഇല്ല ഞങ്ങളുടെ മാനത്തിന്. മരിക്കും വരെ ഇതെല്ലാം സഹിക്കണോ? ഒരു മോചനം ഉണ്ടാവൂലേ? മുഴുവന്മാടുകളൊക്കെ കഷ്ടമാണ് അടിയങ്ങളുടെ ജീവിതം. ശാസനയും ശിക്ഷ ഇതിനൊരു അറുതി വരില്ലേ? മേൽജാതിക്കാർക്ക് വായിക്കാൻ വേദം, നമുക്ക് വേദനയും. ഓരോ ജാതിക്കാർക്കും ഓരോ അകലം. ദൈവങ്ങളോട് അതിനേക്കാൾ അകലം. ഇതിനൊരു അറുതിയില്ലേ? എല്ലാറ്റിനുമുണ്ട് അറുതിയും പൊറുതിയും. അതിനാദ്യം മനസ്സ് വെക്കണം. അതെങ്ങനെയാണ്? ഇരുട്ടത്ത് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. വെളിച്ചത്താണെങ്കിലോ? എല്ലാം കാണാൻ പറ്റും. അതുപോലെ അറിവിന്റെ വെളിച്ചത്തിൽ കാണണം. അതിന് കണ്ണ് തെളിയണം. അതിന് അടിയങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അറിയണം, പിന്നെ അറിയിക്കണം. ഈ ആൽമരം എന്താ ഇങ്ങനെ കാറ്റിലും മഴയിലും തലയെടുപ്പോടെ നിൽക്കുന്നത്? അത് വൻമരമായതുകൊണ്ട്. വൻമരത്തിനെന്താ പ്രത്യേകത? ഉറച്ച മണ്ണും ഉറച്ച വേരുകളും. നിങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാൽ അതുപോലെയാ. ആൽമരമായി ഉറച്ചു നിന്നാൽ കാറ്റും മഴയും വെയിലും മഞ്ഞും ഒന്നും ഏൽക്കില്ല. വരും തലമുറകൾക്ക് താങ്ങും തണലുമാകും. അത് ശരിയാ. അതിനെന്താ വേണ്ടത്? അതിനൊന്നാകണം, ഒന്നിച്ചു നിൽക്കണം. മൺതരിയുടെ ബലം മലയുടെ ബലമായി മാറും. മനസ്സും വപുസും കൊണ്ട് നമ്മൾ തമ്മിൽ ഭേദമില്ല. എല്ലാരും ഒന്നാണ്. ഒരേ കിരണത്തിന്റെ സന്തതികൾ. നിങ്ങൾക്ക് തൊഴാൻ ഒരു ദൈവം ഉണ്ടാവും. തീണ്ടലും തൊടിയിലുമില്ലാത്തൊരു ദൈവം. ശിവരാത്രി നാൾ വരെ കാത്തിരിക്കുക. നമ്മുടെ ശിവന് വേണ്ടി. ഓം നമഃ ശിവായ. 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 മഹാഗുരു ശ്രീനാരായണ പരമഹംസർ വാഴ്ക. 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 അത് ശരിയാ. ഐത്തം കൽപ്പിക്കപ്പെട്ടവർക്ക് തൊഴാൻ ആകാശം ഭൂമിയുള്ളൂ. പിന്നെയുള്ളത് മറ്റുള്ളവർ തിരിഞ്ഞു നോക്കാത്ത കുറെ കറുത്ത ദൈവങ്ങൾ മാത്രം. കാറ്റിനും മഞ്ഞിനും പൂവിനുമൊക്കെ ഒരു കാലം ഉണ്ടാവുമെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഐത്തക്കാർക്കും വരില്ലേ ഒരു പൂക്കാലം? പൂക്കാലം അടുത്തു വരുന്നു. ഇനി പൂക്കൾ വിരിയുന്നത് ആർക്കും തടുക്കാനാവില്ല. ആ മണം പരക്കുന്നത് തടയാനും ആവില്ല. ആങ്കോട് ക്ഷേത്രത്തിൽ വെച്ച് സ്വാമി ഉറപ്പിച്ചതാ. ഇനിയും അത് നാം ഓർക്കുന്നു. മനുഷ്യസങ്കല്പവും ഈശ്വരകൽപ്പനയും ചേരുമ്പോൾ ശുഭമുഹൂർത്താവും. ആ മുഹൂർത്തം പ്രകൃതി കുറിച്ചിട്ടുണ്ടാവും. ഒന്ന് പറയാനൊക്കും, ഇപ്പോ ആ മുഹൂർത്തമാണ്.
അയ്യോ, ഞങ്ങളുടെ ശരീരം തളരുന്നു സ്വാമി. സ്വാമി, മനസ്സ് വല്ലാതെ തുടിക്കുന്നു. ഇരുണ്ട മനസ്സുകൾക്ക് മറുപടി നൽകാൻ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കും. മനസ്സുകളുടെ ഇരുളകറ്റാൻ വെളിച്ചം പകരാൻ നമ്മുടെ രക്ഷകനായി ഗുരുവെത്തും. മഹാഗുരു. സ്വാമി, സ്വാമി, ഗംഗയെ പോലെ പ്രസിദ്ധിയായി നെയ്യാറും. രണ്ടും ശങ്കരന് പ്രിയപ്പെട്ട പുണ്യവാഹിനികൾ. ആ മഹാശിവരാത്രിയും ശിവപ്രതിഷ്ഠയും നെയ്യാറിന്റെ യശസ്സിനെ വർദ്ധിപ്പിച്ചു. ശങ്കരൻകുഴിയിൽ നിന്നും സ്വാമി കണ്ടെടുത്ത ശിവലിംഗം അഗസ്ത്യൻ പൂജിച്ചിരുന്നതാണത്രേ. ദേഹത്യാഗത്തിനു മുമ്പ് ശിവഭക്തനായ അഗസ്ത്യ മഹർഷി ശിവലിംഗം നെയ്യാറിന് സമർപ്പിച്ചു എന്നാണല്ലോ വിശ്വാസം. അരുവിന്നെടുത്ത ശിവലിംഗത്തെ സ്വാമി അരുവിപ്പുറം പ്രതിഷ്ഠയാക്കി. വരും കാലത്തിനും തലമുറകൾക്കുമായി. സ്വാമി ധ്യാനത്തിൽ നിന്ന് ഉണർന്നിരിക്കും. നമുക്ക് സ്നാനം മതിയാക്കി പ്രാർത്ഥിച്ചു കയറാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ബൃഹദാകാശത്തൊടു തൊട്ടു നിൽക്കുമൂർജസാരം കടലാഴവും കൈതൊഴുമാത്മബോധം പരമപ്രകാശമഖിലം ഗുരുസന്നിധാനം പകരുന്നിനി ശിഷ്യജന്മമേ സനാഥം. മഹാഗുരു മഹാഗുരു മഹാഗുരു. സ്വാമി, ആറ്റ് മുങ്ങിക്കുളിക്കാൻ എനിക്കിപ്പോഴും പേടിയാ. എന്തിനെയാ പേടിക്കുന്നത്? ആറിനെയോ അതോ മരണത്തെയോ? രണ്ടിനെയും പേടിയാണ് സ്വാമി. അതുകൊണ്ട് കുളിക്കാറില്ലേ? കിണറ്റിന്ന് വെള്ളം കോരി കുളിക്കും. ആറ് കാണുമ്പോൾ കാല് വരയ്ക്കാൻ തുടങ്ങും. അത് മാറ്റണം. ശരീരശുദ്ധിക്കും ആരോഗ്യത്തിനും മുങ്ങിക്കുളിക്കണം. സുഹൃത്തുക്കളും പറയാറുണ്ട്, അവർ കളിയാക്കാറുമുണ്ട്. എന്നിട്ടും പേടി മാറിയില്ലേ? തീർത്ഥസ്നാനം ഈശ്വര ദർശനം തന്നെയാണ്. സ്വാമിയോടത്ത് നെയ്യാറിൽ ഇറങ്ങണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളം കാണുമ്പോൾ മുട്ടുവരയ്ക്കും. കയത്തിൽ മരണഭീതി ദർശിക്കുന്നതാണ് കാരണം. മരണത്തെ തെല്ലും പേടിയില്ല, ആറിനെയാണ് ഭയം. അത് പാഴ്വാക്കാണ്. ജലം ദൈവമാണെന്ന് കരുതണം.
അങ്ങനെ ധ്യാനിക്കണം. ഉം. ഭയം താനേ മാറിക്കോളും. ശ്രമിക്കാം സ്വാമി. കുട്ടിക്കാലത്ത് ആറ്റിൻകുഴിയിൽ വീണ അല്പം വെള്ളം കുടിച്ചു. അതിനുശേഷം ഈ പേടി. ജലപ്പേടി മാറാൻ ഒരു മന്ത്രം ചൊല്ലിത്തരാം. നാളെ ആവട്ടെ. ശരി സ്വാമി, അത് ചൊല്ലി പേടി മാറ്റിയിട്ട് വേണം ആറ്റിലൊന്ന് തിമിർത്ത് കുളിക്കാൻ. ഉം. ജലഭയവും സംസാരഭയവും വരുംകാലം മാറിക്കോളും. അപ്പോ പരമതന്ത്രി എന്നാകും അറിയപ്പെടുക. സ്വാമിയുടെ ഇഷ്ടം പോലെ. സ്വാമിക്ക് കുളിക്കാൻ ചതച്ച ഇഞ്ചിയും തോർത്തും എടുത്തിട്ടുണ്ട്. ഉം. അതെന്തായാലും നന്നായി. എത്രയോ നാളായി മുടങ്ങാതെ ചെയ്യുന്നതല്ലേ, അതെന്റെ ഒരു ഭാഗ്യമാണ്. പരമശിവന്റെ ശിരസിൽ ഗംഗയാ. ആ, വിഷ്ണുവിന്റെ വാസം പാലാഴിയും, സരസ്വതി വെള്ളത്താമരയിലും. ഈശ്വരഭക്തനായ വിനോദൻ ജലഭയം മാറ്റം. പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ സ്വാമി? അതുപോലെ പയ്യെ പയ്യെ മുങ്ങിത്തുടങ്ങാൻ സ്വാമി. പർവ്വതാരോഹണം ഓരോരോ ചുവട് വെച്ചല്ലേ, അതുപോലെ പയ്യെ പയ്യെ മതി. ഇനി കുളിയും ദേവാറും നടക്കട്ടെ. ഉം. സ്വാമി കുളി കഴിഞ്ഞ് വരുമ്പോ കഴിക്കാനുള്ളത് ഒരുക്കാൻ പൊക്കോട്ടെ. പൊയ്ക്കോളൂ, ധൈര്യമായി. നമുക്കെന്തായാലും ജലഭയമില്ല. സ്വാമി, സ്വാമി, ആശാൻ ഇത് എന്തൊരു നിപ്പ. ഇന്നലെ കൂടി മറിഞ്ഞ് വീണതാ. അങ്ങോട്ട് ഇരുന്നാട്ടെ, സൂക്ഷിച്ച്. ആശാൻ ആരെയും കാത്തിരിക്കുന്നത്? ആരെയാന്ന് ചോദിച്ചാ പറയേയില്ല. പറഞ്ഞ കേശവൻകുട്ടിക്ക് വിശ്വാസം വരില്ല. ഒരു ശിഷ്യനെയാ. ഇവിടുത്തെ കളരിയിൽ എത്രയോ ശിഷ്യർ അഭ്യസിച്ചു പോയിരിക്കുന്നു. വർഷം കുറെ ആയില്ലേ? വർഷം എത്ര കഴിഞ്ഞാലും ഗുരുവിന് ശിഷ്യനെ മറക്കാൻ പറ്റില്ല. ശിഷ്യൻ കേമനാണെങ്കിൽ വിശേഷിച്ചും. അല്ല, അതാരാ ഈ കേമനായ ശിഷ്യൻ? നാണുച്ചത്തമ്പി. നാണുവോ? ഇന്ന് വരുമെന്ന് ആശാൻ എങ്ങനെ അറിയാം? അല്ല, കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളൊന്നും കേശവൻകുട്ടിക്ക് അറിഞ്ഞൂടാ. അത് പോട്ടെ, നാണുച്ചത്തമ്പി വന്ന കൊടുക്കാൻ എന്തുണ്ട്? എന്തു കൊടുക്കാൻ? പറമ്പിൽ നിന്ന് മുറിച്ച ഈ കൊല മാത്രമേ ഉള്ളൂ. ഈ പച്ച കൊലയോ? ഇപ്പം മുറിച്ചതേ ഉള്ളൂ, വിളവും കുറവാ. അപ്പോ ഇനി എന്താ ചെയ്യാ കേശവൻകുട്ടി? ആശാന്റെ മട്ട് കണ്ടാ ചിരി വരും. ഇത് പണ്ടാരോ പറഞ്ഞ പോലെ ഇടി വിട്ടും മുമ്പേ ചെവി പൊത്തണ പോലെ. നാണു വരും. വരാതിരിക്കില്ല. വരാതിരിക്കാൻ നാണുവിന് കഴിയില്ല. പെറ്റ തള്ളയെ മറക്കണ കാലോ. പിന്നെയല്ലേ കളരിയിൽ കുറേ നാൾ. ഇപ്പൊ എവിടെയാണാവോ? പക്ഷേ മിടുക്കനായിരുന്നു. നല്ല കവിത്വം, ഭക്തൻ. അനുഭവം എനിക്കുണ്ടേ. അതെ, അത് തന്നെ. നക്ഷത്രങ്ങളുടെ ഇടയിലെ ചന്ദ്രനെ പോലെ, പക്ഷികൾക്കിടയിലെ ഗരുഡനെ പോലെ. അത് പറയാൻ തുടങ്ങിയപ്പോ ആശാന്റെ ദീനമെല്ലാം മാറിയല്ലോ. അതങ്ങനെയാ. മനസ്സിന് ഇഷ്ടപ്പെട്ടത് പറയുമ്പോ ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കും.
കഴിഞ്ഞ 2 ദിവസമായി പൊള്ളുന്ന പനിയായിരുന്നു. പിച്ചും പേയും പറഞ്ഞു. അതൊന്നും ഓർമ്മയില്ല. ഓർമ്മയില് നാണുച്ചട്ടമ്പി മാത്രമായിരുന്നു. കണ്ണടയും മുമ്പ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അല്ല, അതിനാരെ അയച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെ നാണിച്ചട്ടമ്പി അറിയും? മനോവിചാരങ്ങൾ തന്നെ ഒരു ഭാഷയാണ്. ആത്മബന്ധുക്കൾ അത് ഗ്രഹിക്കും. ബന്ധങ്ങളെല്ലാം കറിവേപ്പിലയാന്നേ. കേശവൻ കുട്ടി കണ്ടത് അത് മാത്രമാകാം. അതിനിടയിൽ ഔഷധച്ചെടികളും അമൃതവല്ലികളും ഉണ്ട്. ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം 2ആയി. അത് കണ്ടും അടുത്തപ്പോൾ പറഞ്ഞു പോയതാ. പച്ചക്കുല കൊടുക്കേണ്ടി വരും. അത് നോക്കാം. പക്ഷേ ശിഷ്യന് വേണ്ടി കൊല കാത്തു വെച്ചാൽ ചിലപ്പോൾ ചീഞ്ഞളിഞ്ഞ് കളയേണ്ടി വരും. സാരമില്ല, ഞാൻ സഹിച്ചാ പോരെ. കുല മുറിച്ചത് ഞാനാ. ഇനി അത് ചീഞ്ഞ് കളയാനാണ് വിധിയെങ്കിൽ ശീലിച്ച പോയ നാവിലെ കാഞ്ഞിര കയ്പ്. നാണുവാണോ? ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യായ ശുദ്ധമുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. നന്ദി ദൈവങ്ങൾക്ക്. ആഗ്രഹവും നടന്നു. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാത്തിരിക്കുകയായിരുന്നു. ആകത്ത മുറിയുന്നൊരു കസേര. വേണ്ട, നാം നിലത്തിരിക്കാം. അതാ നമുക്കിഷ്ടം. അമ്മയുടെ മടിത്തട്ടല്ലേ. എന്നാ പിന്നെ ഇങ്ങോട്ടിരിക്കുക. സ്വഭാവവും ശരീരവും വളർന്നു. മനസ്സതിലേറെ വളർന്നു. കണ്ടാലറിയാം. പ്രകൃതി തരുന്നതൊക്കെ സ്വീകരിക്കുന്നു, അത്രമാത്രം. മാമ്പൂവായിരുന്ന വാക്കും കർമ്മവും മാമ്പഴമായിരിക്കുന്നു. അത് കാണാനുള്ള യോഗം ഉണ്ടായി. വരാൻ ഇപ്പോഴാ വിളി കിട്ടിയത്. കർമ്മപാശ കുരുക്കുകൾ അറിയാം. പുറം കണ്ണും അകം കണ്ണും നാണുവിനൊപ്പമുണ്ട് സദാസമയവും. അതും അറിയാം. ചിലപ്പോ ഒരു പിൻബലം പോലെ, വഴി വെളിച്ചം പോലെ. ആരും കാണാതെ കരഞ്ഞിട്ടുണ്ട്. ആഹ്ലാദം സഹിക്കാതെ. നാണുവിന്റെ മാറ്റവും വളർച്ചയും അറിഞ്ഞു. ആശാൻ തെളിച്ച വഴി, തെളിച്ച പാഠം. ആദ്യ ദർശനത്തിൽ തന്നെ നാണുവിന്റെ ആഴം കണ്ടു. ആത്മാവിലെ കനികൾ കണ്ടു. മനസ്സൊരു കൈത്തോട് പോലെ, പത്തായം പോലെ. ഞാൻ ഒരു മൊന്ത മാത്രം. അത് നാണുവിന്റെ വിനയം കൊണ്ടുള്ള നിർവചനം. ശരിക്കും നാണുവിന്റെ വിജ്ഞാനദാഹം അതിശയിപ്പിച്ചു. വേലിയേറ്റത്തിൽ കൈത്തോടുകളിലേക്ക് തുളുമ്പിക്കയറുന്ന ജലം, പറയിൽ നിന്ന് പത്താഴത്തിലേക്ക് നിറയ്ക്കുന്ന നെന്മണി. ആശാൻ എന്നും ഇങ്ങനെയായിരുന്നു. തെളിമയുടെ മഹാരഹസ്യം. ചാവടിയിൽ മറ്റു കുട്ടികൾക്കൊപ്പമിരിക്കുമ്പോഴും അതിശയിപ്പിച്ചു. നിറകുംഭത്തിൽ നിന്ന് മൊന്തയിലേക്ക് പകരുന്ന ജലം. ദൈവാനുഗ്രഹത്തിന്റെ കരങ്ങൾ എന്നും സ്മരിക്കും, വണങ്ങും. ദൂരെ നിന്ന് കണ്ടു, അറിഞ്ഞു. ശിഷ്യന്റെ മഹത്വം മഹാത്ഭുതങ്ങളാകുന്നത്